എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. സൗദി അറേബ്യയിലേക്ക് നമുക്ക് നിലവിലുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. 4 കമ്പനികളിലേക്കായിട്ട് ഏകദേശം ഒരു 200ഓളം വേക്കൻസികൾ നിലവിൽ നമുക്ക് സൗദി അറേബ്യയിലേക്ക് അവൈലബിൾ ആണ്. ഇതിൽ എല്ലാം തന്നെ ഈ 4 കമ്പനികളിലേക്കും നാട്ടിൽ ഇൻ്റർവ്യൂ പങ്കെടുത്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ, സൗദിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണുള്ളത്, ഏതൊക്കെ കമ്പനികളിലേക്കാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇൻ്റർവ്യൂ, എവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ, അങ്ങനെ സകല കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു തരിക. CV അയച്ചു തരുമ്പോൾ വേക്കൻസി ഒന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും ജോലി ഒഴിവിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന ഡേറ്റിനനുസരിച്ചിട്ട് പറഞ്ഞു പോവാം. ഇവിടെ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി അല്ലെങ്കിൽ ആദ്യമായി ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന വേക്കൻസി സൗദിയിലെ അൽദ്രീസ് കമ്പനിയിലേക്കാണ്. ഈ വരുന്ന 24-ാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഒരുപാടധികം ജോലി ഒഴിവുകളാണ് ഈ അൽദ്രീസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 130ഓളം ജോലി ഒഴിവുകൾ ഈ ഒരു കമ്പനിയിലേക്ക് നിലവിലുണ്ട്. ഇവിടെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള അവസരമുണ്ട്. മികച്ച സാലറി ഉണ്ട്, മറ്റു ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വിശദീകരിച്ച് തന്നെ ഒന്ന് പറഞ്ഞു പോവാം. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് നാട്ടിൽ ഉണ്ടായിരിക്കണം. 2100 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. രണ്ടാമത്തെ വേക്കൻസി നെറ്റ്വർക്കിംഗ് അപ്ലയൻസസ് റിപ്പയർ ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്കാണ്. 7 പേരെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് ആവശ്യമുള്ളത്. 2100 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്ക് 70ഓളം പേരെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് എടുത്തു പറയട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ വേക്കൻസികളിലേക്കും സാലറി വരുന്നത് 2000 സൗദി റിയാലായിരിക്കും. പ്ലസ് ഓവർ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് ഞാൻ പറയുന്നു. അതേപോലെ തന്നെ എത്രത്തോളം വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു അൽദ്രീസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള 3ാമത്തെ വേക്കൻസി പമ്പ് ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്കാണ്. 10 പേരെയാണ് ഇവിടെ ആവശ്യമുള്ളത്. പ്ലംബിംഗ് ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്കും വേക്കൻസി ഉണ്ട്. 12 പേരെയാണ് ഇവിടെ ആവശ്യമുള്ളത്. ജനറൽ ടെക്നീഷ്യൻ, വാട്ടർ പമ്പ് റിപ്പയർ ടെക്നീഷ്യൻ, ജനറേറ്റർ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കും അൽദ്രീസ് കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. ഈ 3 പോസ്റ്റുകളിലേക്കും 10 വീതം പേരെയാണ് ആവശ്യമുള്ളത്. 2000 സൗദി റിയാലാണ് സാലറി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. അതായത് 2 വർഷത്തെ സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഓവർ ടൈം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് അത് പുതുക്കണമെങ്കിൽ പിന്നീട് പുതുക്കാവുന്നതാണ്. അപ്പോൾ സാലറി നല്ല രീതിയിലുള്ള സാലറിയിൽ മാറ്റമുണ്ടാകും. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇവിടെ ഉണ്ടാവുക, പ്ലസ് ഓവർ ടൈം. അപ്പോൾ 4 മണിക്കൂറോളം ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു ജോലിക്കായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് ഈ വരുന്ന 24-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സമയം കളയാതെ മെസ്സേജ് അയക്കുക. കാരണം അത്യാവശ്യം വേക്കൻസി ഉണ്ട്, നല്ല കമ്പനിയിലേക്കാണ്, നല്ല സാലറി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി, അതായത് 24-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത് 26-ാം തീയതിയാണ്. സൗദി അറേബ്യയിലെ കാനു എന്ന കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്കാണ് ജോലി ഒഴിവുള്ളത്. ഇവിടെ ബേസിക് സാലറി വരുന്നത് 1750 സൗദി റിയാലാണ്. പ്ലസ് ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം 2500 മുകളിൽ ഏൺ ചെയ്യാൻ കഴിയും. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് 26-ാം തീയതിയാണ്. മലപ്പുറത്ത് വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഇതിലേക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ ഇതൊക്കെയാണ്. 42 വയസ്സിന് താഴെ പ്രായമുള്ള, സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, അത് വാലിഡ് നിർബന്ധമാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യത ഒന്നും പ്രശ്നമല്ല. ഇന്ത്യൻ ഹെവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അത് വാലിഡ് നിർബന്ധമാണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ മസാദർ കമ്പനിയിലേക്ക്, ദമാമിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. ജനറൽ ലേബർ, അതേപോലെ ട്രെയിലർ ഹെവി ഡ്രൈവർമാരെയാണ് മസാദർ എന്നൊരു കമ്പനിയിലേക്ക് ജോലിക്കാരായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് ആദ്യം ട്രെയിലർ ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ പരിശോധിക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത അമുസ്ലിംസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് മുസ്ലിം കാൻഡിഡേറ്റ്സിനെ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നില്ല. മുസ്ലിം അല്ലാത്ത ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ നിരീശ്വരവാദികളാണെങ്കിലും മുസ്ലിം എന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ പരിഗണിക്കില്ല. ഓക്കെ,
ഇവിടെ ബേസിക് സാലറി വരുന്നത് 1900 സൗദി റിയാലാണ്. ഇതിന് പുറമെ ട്രിപ്പ് അലവൻസ് അതേപോലെ തന്നെ ഓവർ ടൈം കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിംസിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് 45 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം എന്നുള്ളതും ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അത്യാവശ്യം അറബിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ വരുന്ന 31-ാം തീയതി വരെയാണ്. 31-ാം തീയതി വരെ ഇതിലേക്ക് CV അയച്ചു തരാവുന്നതാണ്. ഇതേ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് ജനറൽ ലേബർ എന്നൊരു പോസ്റ്റ്. ഇവിടെ സാലറി വരുന്നത് 1100 സൗദി റിയാലാണ്. പ്ലസ് ഓവർ ടൈം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഇവിടെ ഡ്യൂട്ടി വരുന്നത് 9 മണിക്കൂറായിരിക്കും. നിങ്ങൾക്ക് 3 മണിക്കൂറോളം ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 1400 1500 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ടോട്ടൽ ഏൺ ചെയ്യാൻ കഴിയുക. ഏകദേശം 1400 സൗദി റിയാൽ. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവുകയില്ല. സൂം ഇൻ്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. നമുക്ക് 31-ാം തീയതി വരെയാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സൂം ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഉണ്ടാവുക. 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. ഇവിടെ ടിപ്പ് കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഈ ഒരു ബേസിക് സാലറി 1100 പ്ലസ് ഓവർ ടൈം. അപ്പോൾ ഒരു 1400 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുക. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 കമ്പനികളിലേക്കാണ് നമുക്ക് ജോലി ഒഴിവുള്ളത്. ഞാൻ തുടക്കത്തിൽ 4 കമ്പനി എന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂ മാറിയിട്ടുണ്ട്. അതിലേക്ക് നെക്സ്റ്റ് മന്തിലേക്ക്, അതായത് സെപ്റ്റംബറിലേക്ക് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 9539 12 82 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകേണ്ട.